ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ ഒരു പോഷ് ഹൗസിംഗ് സൊസൈറ്റിയിൽ സംഭവിച്ച ഈ കാര്യം രാജ്യത്തിന്റെ അധപതനത്തിന്റെ, ജനങ്ങളുടെ ബൗദ്ധിക നിലവാരത്തിന്റെ തെളിവാണ്. 10 വർഷത്തെ നോൺ ബയോളജിക്കൽ മോദിയുടെയും ഉത്തർപ്രദേശ് എന്ന നോൺ ബയോളജിക്കൽ രാമരാജ്യം ഭരിക്കുന്ന അജയ് ബിഷ്ടിന്റെയും ഭരണം വിദ്യാഭ്യാസമുള്ള അപ്പർ മിഡിൽ ക്ലാസ് ആളുകളിൽ പോലും ചെലുത്തിയിരിക്കുന്ന ദുസ്വാധീനം ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എന്ന് വിവേകമുള്ള ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. പൊതുവിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് വിവേകം കൂടുതലുണ്ടാവും എന്നാണ് സാമാന്യ ചിന്താഗതി. എന്നാൽ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ സാമാന്യം എന്ന ഒരു കാര്യമേ ഇല്ല. മൊറാദാബാദിലെ വളരെ പോഷായ TDI സിറ്റി ഹൗസിംഗ് സൊസൈറ്റിയിൽ താമസിക്കുന്ന ഡോക്ടർ അശോക് ബജാജ് തന്റെ വീട് മറ്റൊരു ഡോക്ടറായ ഇഖ്ര ചൗധരി എന്ന ലേഡി ഡോക്ടർക്ക് വിറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവിടെ താമസിക്കുന്ന സ്ത്രീകളും മറ്റ് താമസക്കാരും ഇതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി രംഗത്തെത്തി. ഇവിടെ 450ഓളം ഹിന്ദു കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവരുടെ ആവശ്യം ഈ വിൽപ്പന റദ്ദാക്കണമെന്നാണ്. കാരണം ഈ വീട് ഒരു മുസ്ലിം ഡോക്ടർക്ക് വിറ്റത് സാമുദായിക വ്യത്യാസങ്ങൾക്ക് വഴിതെളിക്കുമെന്നും ഹിന്ദു കുടുംബങ്ങൾ ഇവിടുന്ന് വിട്ടുപോകാൻ ഇടയാക്കും എന്നുമാണ്. ഈ സമരം ചെയ്യുന്നവർ പറഞ്ഞത് ഡോക്ടർ ബജാജ് ഈ വീട് വിൽപ്പനയെക്കുറിച്ച് അവിടെ ആരെയും അറിയിച്ചില്ല എന്നും ഇത് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ സാമുദായിക ഐക്യം ലംഘിച്ചിരിക്കുകയാണ് എന്നുമാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം സ്ത്രീകളായ താമസക്കാരാണ് ഇതിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വന്നത് എന്നതാണ്. പായൽ രസ്തോഗി എന്ന സ്ത്രീ പറഞ്ഞത്, ബജാജ ഈ വീട് ഒരു ഹിന്ദു അല്ലാത്ത ആൾക്ക് ഞങ്ങളെ അറിയിക്കാതെ വിറ്റു. ഞങ്ങൾ വളരെ സമാധാനപരമായി ഇവിടെ ജീവിച്ചിരുന്നു. ഇതിനു മുൻപ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ ബജാജ് ഈ വിൽപ്പന റദ്ദാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജില്ലാ അധികാരികൾക്ക് ഞങ്ങൾ ഇതിനെതിരെ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് അത്രേ. ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇവർ എന്ത് പറഞ്ഞാണ് ജില്ലാ അധികാരികൾക്ക് പരാതി കൊടുക്കുന്നത്? ഇവിടെ നിയമം ലംഘിക്കുകയും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുകയും ചെയ്തത് ആരാണ്? ഇത് നോൺ ബയോളജിക്കൽ UPയിലെ ജില്ലാധികാരികൾ ആയതിനാൽ ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ അവർ സമ്മർദ്ദം ചെയ്യാനാണ് 99% സാധ്യത. ഇവിടെ സമരം ചെയ്യുന്ന ചിലരുടെ വാക്കുകൾ നോൺ ബയോളജിക്കൽ മോദിസ്ഥാൻ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. ഒരു സങ്കോചവുമില്ലാതെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഇവരുടെ ഭ്രാന്തൻ മതവെറി പുറത്തു കാണിക്കുന്നത്. മീര അറോറ എന്ന ഇവർ പറയുന്നത്, ഞങ്ങളുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു മുസ്ലിമിനെ ജീവിക്കാൻ അവർക്ക് അനുവദിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ സഹോദരിമാരുടെയും മക്കളുടെയും സുരക്ഷയുടെ പ്രശ്നമാണ് ഇത്. ഡോക്ടർ ഇഖ്ര ഒരു ലേഡി ഡോക്ടർ ആണ് എന്ന് ഓർക്കണം. മുസ്ലിമായ ലേഡി ഡോക്ടർ ഇവിടെ താമസിക്കുന്നത് ഇവരുടെ സഹോദരിമാരുടെയും മക്കളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണത്രേ. ഇനി സോണിയ ഗുപ്ത പറയുന്നത്, ഡോക്ടർ അശോക് ഒരു ആന്റി സോഷ്യലായ വ്യക്തിക്ക് തന്റെ വീട് വിറ്റിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഇത് സംഭവിച്ചെങ്കിൽ മറ്റുള്ളവർക്കും ഇത് സംഭവിക്കാമെന്ന്. ആന്റി സോഷ്യൽ എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിമാണ് എന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തയാളും സ്വന്തം പേര് വ്യക്തമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്റെ പേര് അരവിന്ദ് അഗർവാൾ ജോണി എന്നാണ്. ഈ ഹൗസിംഗ് കോളനി രൂപം കണ്ടപ്പോൾ ആന്റി സോഷ്യലായ ആളുകൾക്ക് ഇവിടെ വീട് അനുവദിക്കുകയില്ല എന്ന് റൂൾ ഉണ്ടായിരുന്നു എന്ന്. ഇനി ഇവിടെ കുറുതൊട്ട മറ്റൊരുത്തൻ പറയുന്നത് കേട്ടുകൊള്ളൂ. ये मकान जो इन्होंने बेचा डॉक्टर मंदिर के लगभग सामने, तो हम आपके माध्यम से हम अपील करने आए हैं सिटी मजिस्ट्रेट से, ADM सिटी से, GM साहब से, सबसे मिलेंगे. हमारा मानना यह है कि ये दूसरे समुदाय के मंदिर के सामने मकान उन्होंने लिया है, मंदिर के आसपास मकान है, उस मकान को वापस करा जाए. वो डॉक्टर इशू कहीं और मकान ले लें, उस मकान को कृपया करके നിങ്ങളുടെ മാധ്യമം വഴിയായിട്ട് ജില്ലാ മജിസ്ട്രേറ്റിനോടും ഡോക്ടർ അശോകിനോടും മറ്റ് അധികാരികളോടും അപേക്ഷിക്കുകയാണ്, ദയവായി നിങ്ങൾ ഈ വിൽപ്പന റദ്ദ് ചെയ്യണം. ഇത് അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു വീടാണ്. ഈ വിൽപ്പന റദ്ദാക്കുന്ന വഴി നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണമുണ്ടാകും. ഈ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ഇത് ഏതെങ്കിലും വിദ്യാഭ്യാസമില്ലാത്ത ദാരിദ്ര്യം നിറഞ്ഞ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ല. വലിയ പണക്കാരായ വിദ്യാഭ്യാസമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പോഷ് റെസിഡൻഷ്യൽ കോളനിയാണ്. അവിടെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു ലേഡി ഡോക്ടർ വീട് വാങ്ങിച്ചത് വലിയ പ്രശ്നമാണ്. കാരണം അവർ മുസ്ലിമാണ്. ഈ വാർത്ത കാണുമ്പോൾ സന്തോഷിക്കുകയും ഇത് വളരെ നല്ല കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന വളരെയേറെ പേർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഇവരെ പോലെ അവരും വിവേകവും വിചാരവുമില്ലാത്ത വെറും മനുഷ്യമൃഗങ്ങളായി തീർന്നിരിക്കുകയാണ്. ഇന്ത്യ എന്നത് 10,000 വർഷം പുറയിലേക്ക് പോയിരിക്കുകയാണ്. ലോകമെല്ലാം സംസ്കാരത്തിലും വിവേകത്തിലും ടെക്നോളജിയിലും മുന്നേറുമ്പോൾ അതിന്റെ 100 ഇരട്ടി സ്പീഡിൽ പിന്നോട്ട് കൊണ്ടുപോവുകയാണ് നോൺ ബയോളജിക്കൽ മോദിയും BJP എന്ന അതീവ ഡേഞ്ചറസ് ആയ ക്ലാനും. ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കണം. ഇങ്ങനെയുള്ള ഒരു രാജ്യമാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്?
അതെയോ സംസ്കാരമുള്ള, വിവേകമുള്ള, തന്റെയും കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യമാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്?